ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായല്ലേ കണ്ടിട്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാട്ടോ. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നല്ല മീൻ കൊണ്ടുള്ള കിടിലൻ റെസിപ്പി ആയിട്ടാണ്. കുഞ്ഞു വീഡിയോ ആണ്, ഷോർട്സ് ആണ്. എല്ലാവരും കാണുക, എന്നിട്ട് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളെ കമൻറ്റും കൂടി അറിയിക്കട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നല്ല പെടക്കുന്ന അയിലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പക്ഷെ കുറച്ച് വില കൂടുതലെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ അയിലക്ക് ഞാനിപ്പം 100 രൂപയ്ക്കാണ് കേട്ടോ അയില വാങ്ങിയിട്ടുള്ളത്. 5 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തലയൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കുടം വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ. അതുപോലെ തന്നെ ഒരു സവാള, പിന്നെ 2 വറ്റൽമുളക്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഈ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും എടുക്കട്ടെ, അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം വേണം. പിന്നെ കുരുമുളക് കഴുകിയെടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്നും അരക്കണ്ട. ഇത് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് പുളി വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. പിന്നെ പുളിവെള്ളം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തതെന്ന് വെച്ചാൽ എനിക്ക് കറി വെക്കാനും കൂടി വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾ അത്രയൊന്നും എടുക്കേണ്ടതില്ല, കുറച്ച് മതി, നമ്മളൊരു ആവശ്യത്തിന് മാത്രമായിട്ടുള്ളത്. അതൊക്കെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തരിതരിപ്പോട് കൂടെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ അയിലൊക്കെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് മസാലയൊക്കെ നന്നായിട്ട് പുരട്ടി വെക്കട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് അയില തന്നെ വേണമെന്നൊന്നുമില്ല, മത്തി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ മത്തിയും അയിലയും തന്നെയാണെന്ന് തോന്നുന്നു കൂടുതൽ ടേസ്റ്റ്. വേറെ മീനോട് വലിയ താല്പര്യമില്ല, എനിക്ക് അത്ര ടേസ്റ്റ് കിട്ടിയില്ല എനിക്ക് ഉണ്ടാക്കിയിട്ട്. അതിനുശേഷം ഈ മസാലയൊക്കെ പുരട്ടിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചോളൂ. സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളങ്ങനെ വെക്കുക, അല്ലെങ്കിൽ പിന്നെ അപ്പം തന്നെ ഫ്രഷ് മീൻ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതൊക്കെ അതിനകത്ത് നിരത്തി വെച്ച് കൊടുക്കട്ടോ. ലാസ്റ്റ് അതിൻ്റെ ബാക്കി വരുന്ന മസാല ഇല്ലേ, അതൊക്കെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ചൊരു നല്ല തീ നന്നായിട്ട് തന്നെ കുറച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ഉള്ളൊക്കെ വെന്ത് നന്നായിട്ട് മസാലയും പുളിയും ഉപ്പും ഒക്കെ അതിനകത്തോട്ട് പിടിച്ച് കിട്ടുള്ളൂ. എരിവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചമുളകും കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. പിന്നെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. കാരണം നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ വരുന്നവർ നല്ല മൊരിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഈ മസാല മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോൾ ഞാനിത് ഒരു പ്രാവശ്യം കുറേ പ്രാവശ്യം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ എന്തായാലും ചോറിൻ്റെ കൂടെ കുറച്ചിട്ട് കഴിക്കട്ടെ. നമുക്ക് വെള്ളം വരും കേട്ടോ വായിൽ. ഇത് വോയിസ് കൊടുക്കുന്ന സമയത്ത് തന്നെ അത്രയും തന്നെ ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ എന്നിട്ട് നിങ്ങൾ കമൻറ്റും അറിയിക്കുക. പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.